نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നിമിഷം വിജയികളായിത്തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏത് സമയത്തും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നാം ആസ്വദിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊരിക്കലും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നാണ് ഖുർആനിൻ്റെ ചോദ്യം. അപ്പോൾ ഒട്ടനവധി അനുഗ്രഹങ്ങൾ, അതിൽ ഒന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ അതിൻ്റെ വിലയും അതിൻ്റെ വളരെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കണമെങ്കിൽ, അവയവമാറ്റക്രിയ നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ വരെ വരുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല.
നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഗൗരവപ്പെട്ട രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയാണ്. ഈ കുട്ടിയുടെ ശസ്ത്രക്രിയക്ക് 70 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ വേണം, എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന അഭ്യർത്ഥന കാണുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ സ്തുതിക്കാറുണ്ട്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ രോഗം കൊണ്ട് നീ എന്നെ പരീക്ഷിച്ചില്ലല്ലോ, എന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ശരീരം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലുത് എന്ന് പറയാൻ നമുക്ക് കഴിയുക, നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. മുസ്ലിമായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് പ്രവാചകനായി അയച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്? ഇദ് ബഅസ ഫീഹിം റസൂല, അവരിൽ നിന്ന് തന്നെയുള്ള ദൂതനെ, റസൂലിനെ നിയോഗിച്ചത് മുഖേന എന്നുള്ളതാണ്. എന്തിനാണ് അല്ലാഹു പ്രവാചകനെ നമ്മിലേക്ക് അയച്ചത്? മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യത്ലൂ അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ, വയുസക്കീഹിം, അവരെ സംസ്കരിക്കാൻ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. എന്തേ കാരണം? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ നാടിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്, അല്ലേ? തീർത്തും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും യുദ്ധത്തിലും വ്യഭിചാരത്തിലും മദ്യപാനത്തിലും എന്തെല്ലാം തിന്മകളുണ്ടോ സകല തിന്മകളിലും മുന്നേറിയ ഒരു ജനതയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം മുഖേന ആ സമുദായത്തെ മാറ്റിയെടുക്കാൻ, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു എന്നുള്ളത്, അത് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ മനസ്സിൽ നിന്ന്, പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട വ്യക്തികൾ പകലോകത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചുമുള്ള ഭയം കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നുവെന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം സമ്പൂർണ്ണമാണ്. ഇസ്ലാം എന്ന മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച് ലോകത്തിൽ നിന്ന് യാത്രയായതിനു ശേഷം ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ കുറക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും വനിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് കേട്ട് നമ്മൾ മനസ്സിലാക്കിയ വചനമാണ്. അള്ളാഹു മതത്തെ പൂർത്തിയാക്കി എന്നുള്ളതാണ്. ആ മതം പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൃത്യമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുക എന്നുള്ളത് അങ്ങനെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ശുക്ർ കാണിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു നമുക്ക് ചെയ്തുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? എല്ലാ അനുഗ്രഹങ്ങളെയും ഒന്ന് ഓടിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചാണെങ്കിലും മൊബൈൽ ഫോണാണെങ്കിലും വസ്ത്രമാണെങ്കിലും വാഹനമാണെങ്കിലും വീടാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കച്ചവട സ്ഥാപനമാണെങ്കിലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു വിചിന്തനമാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ച ചോദ്യമുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാനെ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, ഉദായനായ നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. അള്ളാഹുവിനെ മറപ്പിച്ച് കളഞ്ഞ നമ്മിൽ നിന്ന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ച് ആ സൃഷ്ടാവിനെ മറപ്പിച്ച് കളഞ്ഞ വിഷയം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ കച്ചവടമാകും, ഒരുപക്ഷെ നമ്മുടെ സമ്പത്താകും, ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മൂലമായിട്ടും എല്ലാ മേഖലയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ അള്ളാഹുവാണ് നമുക്ക് നൽകിയത്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അള്ളാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തു. ഫി അയ്യി സൂറത്തി മാ ശഅ റകബക,
താൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ അള്ളാഹു നിന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു, സംവിധാനിച്ചു, ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോട് കൂടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവല്ലേ സംസാരിക്കാനുള്ള ഭാഷ. ലോകത്ത് ഉള്ള ഭാഷകൾ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ജീവികളും മൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യരുമൊക്കെ സംസാരിക്കുന്ന നിങ്ങൾ നോക്കൂ. ജീവികളും അതുപോലത്തെ മനുഷ്യരല്ലാത്ത എല്ലാ ജന്തുക്കളും സംസാരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളിലൂടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകി എന്നുള്ളതാണ്. അൽ ഇൻസാനു ഹയവാനുൻ നാതിഖ്, സംസാരശേഷിയുള്ള ജന്തുവാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം നൽകിയെങ്കിൽ നമ്മുടെ സംസാരവും പ്രവർത്തനവും ഒക്കെ നല്ലതായിരിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലത് സംസാരിക്കുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവാണ് നമുക്ക് നന്മയും തിന്മയും എല്ലാം നൽകുന്നത്. അതാണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ ഉതൈത വലാ മുഅ്തിയ ലിമാ മനഅ വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയത് തടയാൻ ആർക്കും കഴിയില്ല, നീ തടഞ്ഞതോ അത് നൽകുവാനും ആർക്കും കഴിയില്ല. അതിനായിട്ട് ഏതെങ്കിലും ജാറത്തിലേക്കോ മക്കാമുകളിലേക്കോ ജ്യോത്സ്യനെയോ തങ്ങളെയോ ബീവിയെയോ മനുഷ്യ ദൈവത്തെയോ പോയി സമീപിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നിനക്ക് നൽകിയതേ ലഭിക്കൂ, അത് ലോകത്താർക്കും തടയാൻ സാധിക്കില്ല. അള്ളാഹ് തടഞ്ഞതോ അത് നൽകാനും ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാം ആ അനുഗ്രഹത്തിന് കൃത്യമായ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് നമ്മൾ ഏർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് മറ്റൊന്നിനും വേണ്ട. പിന്നെ ഏത് മനുഷ്യർക്ക് കഴിയും? ഏത് ആൾ ദൈവത്തിന് കഴിയും? ഏത് മഹാന്മാർക്ക് കഴിയും? പലരും സംസാരിക്കുന്നത് പോലെ മൊയ്തീൻ ശൈഖിന് കഴിയും, അല്ലെങ്കിൽ CM മടവൂരിന് കഴിയും. അങ്ങനെ പല രൂപത്തിലുള്ള സംസാരങ്ങൾ നാടുനീള വ്യാപകമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. CM മടവൂരിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ച് നോക്കും നിങ്ങൾ. ആരായിരുന്നു അദ്ദേഹം? 13 വർഷക്കാലത്തോളം ജുമുഅക്ക് പോലും പള്ളിയിൽ പോകാത്ത, നോമ്പെടുക്കാത്ത മനുഷ്യൻ എങ്ങനെയാണോ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ആ മനുഷ്യനെ ഉയർത്താൻ കഴിയുന്നത്? എങ്ങനെ കഴിയും ഒരു മനുഷ്യനെ? അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെയോ അല്ലെങ്കിൽ CM മടവൂരിനെയോ റിഫായി ശൈഖിനെയോ ഒന്നിനെയും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു റബ്ബി, ആ ഒരു വിളി മാത്രമാണ് നമുക്ക് വേണ്ടത്. നേർച്ചകളും പ്രാർത്ഥനകളും എല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. അതാണ് അള്ളാഹുവിനോട് കൊടുക്കുന്ന ഏറ്റവും വലിയ ശുക്ർ എന്ന് പറഞ്ഞാൽ. നന്ദികേട് എന്ന് പറഞ്ഞാലോ, ഏറ്റവും വലിയ നന്ദികേട് അള്ളാഹുവിന് അർപ്പിക്കേണ്ടത് മറ്റുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന് നൽകേണ്ടതെല്ലാം ഏതെങ്കിലും സൃഷ്ടികൾക്കോ മഹാന്മാർക്കോ മരണപ്പെട്ടു പോയ മഹാന്മാർക്കോ നൽകി കഴിഞ്ഞാൽ അതാണ് കുഫ്ർ എന്ന് പറഞ്ഞാൽ, നിഷേധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നന്ദികേടതാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ, തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്. ഒരു മൃഗത്തെ ഉപമിച്ചുകൊണ്ടാണ് തുടർന്ന് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ കൃത്യമായിട്ട് ആരാധിക്കണം എന്നുള്ളതാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചു, അല്ലേ? ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടിയിട്ടാണ്? സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി, തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി. അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത്. ആകാശ ലോകത്തിൽ നിന്ന് മഴ വർഷിക്കുന്ന അള്ളയാണ്. സസ്യലതാദികളെ മുളപ്പിക്കുന്ന അള്ളയാണ്. ആകാശത്തെ മേൽക്കൂരയാക്കുന്ന അള്ളയാണ്. ഭൂമിയെ നിങ്ങൾ
നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത് അള്ളയാണ്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ കുത്തുബിയത്തിൽ എന്താ എഴുതിയത്? ആകാശ ലോകത്തിൽ നിന്ന് സമൃദ്ധമായിട്ട് മഴ പെയ്യിക്കുന്ന മഹാനെ ആയാണ് മൊയ്തീൻ ഷേഖിനെ സംബന്ധിച്ച് എഴുതിയ വാചകമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ശിർക്കായിട്ടുള്ള വചനങ്ങൾ, സംസാരങ്ങൾ നാടുനീളെ ഈ രൂപത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ദൗത്യമുണ്ട്. ഇവരോട് കൃത്യമായിട്ട് ആദർശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആദർശം കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അന്ധവിശ്വാസത്തിലാകെ മൂടിയിരിക്കുന്ന ഒരു സമൂഹം. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നാടുകളിൽ നടന്നിട്ടുള്ളത്. ജിന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മരണം, അതുപോലെ തന്നെ വ്യക്തിയുടെ മരണം, അതുപോലെ തന്നെ മൃതദേഹം വീട്ടിൽ കാത്തിരുന്ന് മൂന്നാമത്തെ ദിവസം എഴുന്നേറ്റ് വരുമെന്ന അന്ധമായിട്ടുള്ള വിശ്വാസം. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നടന്നത് നമ്മുടെ ഈ രാജ്യത്താണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! ഈ അന്ധവിശ്വാസം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന ആദർശം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാകുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ദൃഢമായിരിക്കണം. അല്ലാഹുവിന് മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കൽ. അല്ലാഹുവിന്റെ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പഠിപ്പിച്ചോ അത് കൃത്യമായി നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. അല്ലാത്തത് വേണ്ട. ആണ്ട് നേർച്ചയും ഉറൂസും നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സകല അന്ധവിശ്വാസങ്ങളും വിദഗ്ധത്തും ശിർക്കും പ്രവണതകളും എല്ലാം ഒഴിവാക്കുക വേണം. ആകെ ഇങ്ങനെ ഈ രൂപത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും പ്രമാണബദ്ധമായിട്ട് ഇങ്ങനെ ചെയ്യാൻ എന്താണ് നമുക്ക് തെളിവ്? ഖുർആനിലുണ്ടോ? ഇല്ല. പ്രവാചകന്റെ ഹദീസുകളിലുണ്ടോ? ഇല്ല. സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നോ? ഇല്ല. ഏതെങ്കിലും മരണപ്പെട്ടു പോയ മഹാന്റെ പേരിൽ എന്തെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞാലും ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, ഒരു പ്രതിഫലവുമില്ല. എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈആ, അതാണ് വിശ്വാസിയുടെ നാവിൽ നിന്ന് മനസ്സിൽ നിന്ന് വരേണ്ട വാചകം എന്നുള്ളതാണ്. നമ്മേക്കാൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആളുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും വ്യക്തികളുടെയോ ജാറത്തിൻ്റെയോ മക്കാമിൻ്റെയോ അടുക്കലേക്കല്ല പോകേണ്ടത്. നമ്മൾ താഴോട്ട് നോക്കണം. അതാണ് വിശ്വാസം പറഞ്ഞത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കണം. അപ്പോഴാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാവുക. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ കഴിയും? ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഇല്ലേ? സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ എഴുതാൻ അറിയില്ല. നിങ്ങൾ നോക്കൂ, വ്യത്യസ്തങ്ങളായ കഴിവുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പരീക്ഷിക്കുവാൻ നൽകിയതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വ ഖൈറുൻ അമല. സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ വചനമാണ്. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന വചനമാണ്. സ്വത്തും സന്താനങ്ങളുമൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും പ്രതീക്ഷയുള്ളതും എന്നുള്ളതാണ്. അപ്പോൾ ഏത് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് എനിക്ക് നൽകിയത് എന്നെ പരീക്ഷിക്കുവാനാണ്. അതാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. സബയിലെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം നിമിഷങ്ങൾ കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിലെത്തി. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി. നമ്മുടെ വീടിൻ്റെ മുന്നിൽ, വാഹനത്തിൻ്റെ ഉള്ളിൽ, കച്ചവട സ്ഥാപനത്തിൻ്റെ മുന്നിൽ തൂക്കിയിട്ട വാചകമാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി. അത് യഥാർത്ഥത്തിൽ ആയത്ത് ഒന്ന് പൂർണ്ണമാക്കിയിടണം എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കിയാണ് ഏറ്റവും പ്രധാനം. ഹാദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ ഔദാര്യമാണ് ഇത്. എന്തിനു വേണ്ടി? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ. ഏത് രൂപത്തിൽ? അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അള്ളാഹു നമുക്ക് മക്കളെ നൽകിയത്
നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അള്ളാഹ് നമുക്ക് സമ്പത്ത് നൽകിയത്, കച്ചവട സ്ഥാപനം നൽകിയത്, വാഹനം നൽകിയത്, വീട് നൽകിയത്, അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയത്, ഒരുപാട് ഭാഷകൾ സംസാരിക്കാനും എഴുതാനും നമുക്ക് അറിവ് നൽകിയതൊക്കെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ വിഷയത്തിൽ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ? അള്ളാഹു എനിക്ക് വാഹനം നൽകി, ആ വാഹനം എടുത്ത് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ നന്ദി ചെയ്യുന്നവനാണ്. ആ വാഹനവും വീട്ടിൽ വെച്ച് കുറച്ചു മൂടി കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ നന്ദി കേട് കാണിക്കുന്നവനാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യൻ നന്ദി ചെയ്യുന്നവനാണ്. ഹറാമായ മാർഗത്തിലെ സമ്പത്ത് ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് ചെലവഴിക്കുന്ന മനുഷ്യൻ അത് അള്ളാഹുവിന് നന്ദി കേടാണ് ചെയ്യുന്നത്. മക്കൾ ആദർശബോധത്തോടു കൂടി വളർത്തുന്ന രക്ഷിതാക്കളാണെങ്കിൽ നന്ദി കാണിക്കുന്നു, ഇല്ലെങ്കിൽ തിരിച്ച്. എല്ലാ വിഷയവും ഇതുപോലെ നമ്മൾ രണ്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവാണ് എനിക്കിത് നൽകിയത്, അള്ളാഹുവാണ് എനിക്കിത് നൽകിയത് കൃത്യമായ ബോധ്യമുണ്ട്. ആ നാഥന് ഇഷ്ടപ്പെടാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നുള്ളതാണ്. അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അവരെ നശിപ്പിച്ച് കളഞ്ഞ സംഭവമാണ് വിശുദ്ധ ഖുർആനൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാറൂൻ ആരായിരുന്നു? കാറൂൻ കോടീശ്വരനായിരുന്നു. ഖജനാവിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ വേണ്ടി എത്ര വലിയ ഒട്ടകങ്ങളെയാണ് കൂടെ കൂട്ടിയിട്ടുള്ളത്. ആരായിരുന്നു ഫിർഔൻ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാറൂനെ അള്ളാഹു ഭൂമി പിളർത്തിക്കൊണ്ടാണ് ഭൂമിക്കടിയിലേക്ക് അള്ളാഹ് താഴ്ത്തിക്കളഞ്ഞു. അവനെയും അവൻ്റെ കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് അടിയിലേക്ക് അള്ളാഹ് താഴ്ത്തിക്കളഞ്ഞു. ഫിർഔനെയും സംഘത്തെയും അള്ളാഹു കടലിൽ മുക്കിക്കൊന്നു. അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി. പക്ഷേ ഏറ്റവും വലിയ നന്ദികേടായിരുന്നു അവർ കാണിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യ സമൂഹ ഗോത്രങ്ങൾ, സദൂം നിവാസികൾ, എല്ലാത്തിനെയും അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? അള്ളാഹുവിനോടുള്ള നന്ദികേടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ച ഒരു സംഭവം ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാലിൽ നീര് കെട്ടുമാറ് പ്രവാചകൻ രാത്രി സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, എന്തിനാണ് മുൻകഴിഞ്ഞ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ എല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നില്ലേ, എന്നിട്ടും പ്രയാസപ്പെട്ടുകൊണ്ട് നബിയെ നിങ്ങൾ നമസ്കരിക്കുകയാണോ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അഫല അകൂന അബ്ദൻ ശകൂറ യാ ആയിഷ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാണ് എൻ്റെ ആയിഷ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം നോക്കൂ നിങ്ങൾ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? ആരാ ചോദിച്ചത്? എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെട്ട പ്രവാചകനാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ ജീവിതത്തിൽ എങ്ങനെ നന്ദി കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ മാത്രമേ അള്ളാഹ് നമുക്ക് വർദ്ധിപ്പിച്ചു തരികയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലൈൻ ശകർത്തും ലഅസീദന്നകും. അള്ളാഹുവിൻ്റെ വാചകം നോക്കൂ നിങ്ങൾ, ലൈൻ ശകർത്തും, നന്ദി കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നന്ദി കാണിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു ലഅസീദന്നകും, അള്ളാഹ് നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. കച്ചവടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ, നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിൽ, മക്കളിൽ, എല്ലാ വിഷയത്തിലും നന്ദി കാണിച്ചോ, അള്ളാഹ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. തൊട്ടടുത്ത് പറഞ്ഞ എന്താ? വല ഇൻ കഫർത്തും, നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കഠിനമാണ്. അള്ളാഹു പറയുന്നത് എൻ്റെ ശിക്ഷ കഠിനമാണ്. പകലോകത്തെത്തിക്കഴിഞ്ഞാൽ യാതൊരു ദയയും അള്ളാഹ് കാണിക്കുകയില്ല. ഖു അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ്. മറ്റൊരു സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കി, അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ്, ആ നഗരത്തിന് അതിശക്തന്മാരായിട്ടുള്ള കാവൽക്കാരാണ് മലക്കുകളായിട്ടുള്ളത്. ലാ യസൂനല്ലാഹ മാ അമറഹും, അള്ളാഹിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അവർക്ക് ലംഘിക്കില്ല. എല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്ന മലക്കുകളാണ്. അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹു പറഞ്ഞത്, നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ലേ, ഇത്രയും നാളും കച്ചവടത്തിലൊക്കെ ലാഭമായിരുന്നല്ലോ, എൻ്റെ ബിസിനസ്സൊക്കെ നല്ല രൂപത്തിലായിരുന്നു, പിന്നെ കുറച്ച് കാലമായി ആകെ മോശമാണ്. നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് ആലോചിക്കുക.
മുമ്പ് കാലഘട്ടത്തിൽ ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു അല്ലേ? ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയമാണെങ്കിലും, സക്കാത്ത് കൊടുക്കുന്ന വിഷയമാണെങ്കിലും, ദാനം ചെയ്യുന്ന വിഷയമാണെങ്കിലും, ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിഷയമാണെങ്കിലും സജീവമായിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് വളരെ പിന്നോട്ടെത്തി? അതുകൊണ്ടാണ് അള്ളാഹു അവന് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ട വിഷയത്തിലൊക്കെ പിന്നോട്ട് പോകാനുള്ള കാരണം നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് അനുഗ്രഹമാണെങ്കിലും, പണമാണെങ്കിലും അത് എങ്ങനെ ചെലവഴിക്കണം, എന്തിന് ചെലവഴിക്കണം എന്ന ബോധം നമുക്കുണ്ടാകണം. മക്കളെയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ആദർശബോധമുള്ള മക്കളാക്കിക്കൊണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ എല്ലാ വിഷയത്തിലും ശുക്ർ കാണിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ വിഷയത്തിൽ വളരെ പിന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയായിരിക്കും നമ്മെ പിടികൂടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും എല്ലാ അനുഗ്രഹത്തിൻ്റെ വലിപ്പവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി നമ്മൾ ഖുതുബ നടത്തിയതാണ്. ആ ഒരു വീട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. വീടില്ലാത്ത ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് ഒരു ഷീറ്റ് കെട്ടി അല്ലേ? ഞാനിന്ന് വരുന്ന സമയത്ത് ഉള്ളാട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പണി നടക്കുകയാണല്ലോ. അവിടെ സമീപത്ത് ആ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് ആ മതിലിൻ്റെ സൈഡിൽ ഷീറ്റ് കെട്ടി എത്രയോ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. അവരുടെ ജോലി എടുക്കുകയാണ്. ചില സ്ത്രീകൾ ചപ്പാത്തി വീട്ടുകയാണ്. വെയിലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സ്വന്തമായ വീട്ടിൽ എല്ലാ സുഖത്തോടു കൂടിയും രാവിലെ സമയത്ത് നമ്മുടെ ബാഗ് എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോൾ, മിക്സിയിലിട്ട് അകയ്ക്കുമ്പോൾ, ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ, ഗ്യാസ് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം എത്രത്തോളം ഈ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ തങ്ങളുടെ ജീവിതത്തിൽ ഈ സുഖങ്ങൾ അനുഭവിച്ചിട്ടില്ല. അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കില്ലാത്തതായിരുന്നു. നമ്മൾ എത്രത്തോളം സുഖമാണ് അനുഭവിക്കുന്നത്. എല്ലാ നിലക്കുമുള്ള സൗകര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സഹോദരന് പണം അയച്ചു കൊടുക്കണമെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് കഴിയും അല്ലേ? എല്ലാ നിലയ്ക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ സുഖങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പള്ളിയിൽ പോലും സുഖമായി യാതൊരു ചൂടും അനുഭവിക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ AC ഉള്ളത് കൊണ്ട് സുഖമായിട്ട് ഇബാദത്ത് നിർവഹിച്ച് വീട്ടിലേക്കും കച്ചവട സ്ഥാപനത്തിലേക്കും മടങ്ങാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളെയും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണമെന്നാണ് സൂചിപ്പിച്ചു വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരത്തിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം കൂടിയാണ് നന്നായി വുളു എടുക്കുക എന്നുള്ളത്. പലപ്പോഴും വുളു എടുക്കുന്ന വിഷയത്തിൽ എന്തോ ഒരു ചടങ്ങ് പോലെ ആളുകൾ കയ്യും കാലും മുഖവും ഒക്കെ കഴുകി പള്ളിയിലേക്ക് കയറുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാവധാനം വുളു എടുക്കുക എന്നുള്ളതാണ്. മിഫ്താഹു സ്വലാത്തി അൽ വുളു, നമസ്കാരത്തിൻ്റെ താക്കോലാണ് വുളു എന്നുള്ളത്. വുളു ഇല്ലെങ്കിൽ നമസ്കാരമില്ല. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നന്നായി വുളു എടുത്തു വേണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. അപ്പോൾ നന്നായിട്ട് നമ്മൾ വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത് നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മുടെ മുന്നിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വുളു എടുത്ത് കാണിച്ച് സ്വഹാബത്തിന് കൊടുത്തത്, ആ അടിസ്ഥാനത്തിൽ കൃത്യമായി വുളു എടുക്കുക എന്നുള്ളതാണ്. ആ ശരീരത്തിലെ അവയവങ്ങളൊക്കെ 3 പ്രാവശ്യം കഴുകുകയും തലയും ചെവിയും 1 പ്രാവശ്യം കഴുകുകയും ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോഴും ആളുകൾ 3 തവണയാണ് ചെവിയും തലയും ഒക്കെ തടവുന്നത്. വമസഹ ബിറഅസിഹി വഉദ്നൈഹി മസ്ഹത്തൻ വാഹിദ എന്നാണ്. തലയും ചെവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 പ്രാവശ്യമാണ് തടവിയത് എന്ന്
കൃത്യമായി ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായിട്ടുള്ള ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉളുവെടുത്ത് കാണിച്ചെന്ന രൂപം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയും ചെവിയും തടവിയത് വമസഹ ബിറഅസിഹി വഉദ്നൈഹി മസ്ഹതൻ വാഹിദ എന്നുള്ളതാണ്. ഒരു പ്രാവശ്യമാണ് തടവിയത്. അപ്പോൾ തലയും ചെവിയും തടവുമ്പോൾ എങ്ങനെയാണ് തടവേണ്ടത്? തല ഒരു പ്രാവശ്യം ഇങ്ങനെയും ചെവി ഇങ്ങനെയും അല്ല. പല ആളുകളും തല തടവുന്നുണ്ടല്ലോ 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എന്തോ കാട്ടിക്കൂട്ടുന്നത് പോലെ ഇങ്ങനെ തലയും ചെവിയും തടവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് എങ്ങനെയാണ്? ഈ തള്ളവകൾ ചെവിട്ടിൽ വെക്കുകയും എന്നിട്ട് കൈകൾ കൊണ്ട് മുൻവശം കൊണ്ട് ആരംഭിച്ച് പിന്നിലോട്ട് കൊണ്ടുപോവുകയും പിന്നിൽ നിന്ന് മുന്നിലേട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ചൂണ്ടുവിരൽ ചെവിട്ടിൽ വെക്കുകയും തള്ളവകൾ കൊണ്ട് ചെവിയുടെ പിൻഭാഗം തടവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഒറ്റ പ്രാവശ്യം തലയും ചെവിയും തടവുക എന്നുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ വുളു എടുക്കേണ്ടത്. ഇങ്ങനെ വുളു ചെയ്യാതെ നമ്മുടെ നമസ്കാരം ശരിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി നമ്മൾ എങ്ങനെയാണോ പല്ല് തേക്കുന്നത് സുന്നത്താണ്. ആ പല്ല് തേച്ച് വടു മുതൽ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ മുൻകൈകളൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകി, അതുപോലെ തന്നെ വായയിലും മൂക്കിലും വെള്ളം കയറ്റി കഴുകി 3 പ്രാവശ്യം, മുഖം 3 പ്രാവശ്യം കഴുകി, കൈകൾ മുട്ടുവരെ കൃത്യമായി കഴുകണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വുളു എടുക്കുമ്പോൾ ചില ആളുകൾ വെള്ളം എടുത്ത് ഇങ്ങനെ കാട്ടുന്ന കാണും. ചിലപ്പോൾ അവിടെ മുട്ട് നനയില്ല, മുട്ട് നനയണം. അപ്പോൾ കൃത്യമായി ഇങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ നനയണം. 3 പ്രാവശ്യം വലത് കൈ, 3 പ്രാവശ്യം ഇടത് കൈ, പിന്നീട് തലയും ചെവിയും ഒരു പ്രാവശ്യം. അതിനുശേഷം പ്രാർത്ഥനയുമുണ്ട്. പ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ അത് മറന്നു പോവുകയാണ്. പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പലപ്പോഴും പള്ളിയിൽ വുളു എടുക്കുന്ന ഭാഗത്തൊക്കെ വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ആളുകൾ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് വരലാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സഹാബികളെ ഇന്ന് നോക്കൂ, വുളു എടുക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുക. അപ്പോൾ അതിൻ്റേതായ പ്രതിഫലമാണ്. ഓരോ കാൽവെപ്പിനും നന്മകൾ വർദ്ധിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് പ്രാർത്ഥന? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ എന്ന് പറഞ്ഞാലും മതിയായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവനാണ് എല്ലാ സ്തുതികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അടിമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നെ ഏത് രൂപത്തിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തണം? ഇജ്അൽനി മിനത്ത് തവ്വാബീന, തൗബ ചെയ്യുന്ന ആളുകളിൽ, പശ്ചാത്തപിക്കുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണം. അതുപോലെ വൃത്തിയുള്ള ആളുകളിൽ, ശുദ്ധിയുള്ള ആളുകളിൽ, വജഅൽനി അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധിയുള്ള ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ പലപ്പോഴും അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ മറക്കുമെന്നുള്ളതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ എന്നെ ഓർമ്മിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നമ്മുടെ കവാടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുവാനാണ്. വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥന ചൊല്ലണം. ഒരുപാട് പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക, അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ മുഖേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അള്ളാഹുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൽ സൂക്ഷ്മതാബോധവും സൽക്കർമ്മങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ആ രൂപത്തിൽ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം സംഭവിച്ചു പോയിട്ടുണ്ടാകാ. ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്കിനി പുറത്തു തകയണമേ. അള്ളാഹുവെ, നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വിജയികളായി തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹുവെ അവർക്കിനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ കടങ്ങളെല്ലാം വിട്ടുവാനും സമാധാനത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും
അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കളക്ഷൻ ഇന്ന് നടക്കുകയാണ്. എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, വലിയ കാര്യമാണ് പള്ളിക്ക് ഒരു തുക നമ്മൾ നൽകുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം നമ്മൾ എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ കളക്ഷൻ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കഴിയുന്ന രൂപത്തിൽ നല്ലൊരു സംഭാവന നൽകാൻ എല്ലാവരും തയ്യാറാകണം. നമ്മുടെ പള്ളിക്ക് വേറെ വരുമാനമൊന്നുമില്ല. എല്ലാവരിൽ നിന്നുള്ള കളക്ഷൻ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മനോഹരമായിട്ടുള്ള പള്ളി നമുക്കിവിടെ സ്ഥാപിക്കുവാനും നമ്മുടെ മദ്രസയിൽ 200ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കളക്ഷനിലേക്ക്, ഇന്നത്തെ കളക്ഷനിലേക്ക് പരമാവധി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരും സഹാബികളും കടന്നുപോകുന്ന സ്വർഗത്തിൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും ശാശ്വതമായി കഴിഞ്ഞുകൂടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കുവാനും എല്ലാ നോമ്പുകൾ പൂർത്തിയാക്കുവാനും പരമാവധി സൽക്കർമ്മങ്ങൾ, എല്ലാ വർഷത്തേക്കാളും ഉപരി സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ എടുക്കുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.